അടുത്ത് നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് വലുതാക്കാനും ചെറുതാക്കാനും റൊട്ടേറ്റ് ചെയ്യാനും അതുകൂടാതെ കുറച്ച് ചരിക്കാനും ഒക്കെ ഉള്ള ടൂളാണ് ട്രാൻസ്ഫോം. ഇപ്പോൾ ഈ ലെയറിൽ ഇപ്പോൾ ആപ്പിൾ സിംഗിളായി നിൽക്കുകയാണ്. അപ്പോൾ ആപ്പിളിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ ക്വിക്ക് സെലക്ഷൻ എടുത്തു, പിന്നെ വരച്ചു. അഡീഷണൽ ഉള്ളത് ആൾട്ട് പിടിച്ചിട്ട് ഞാൻ ഒഴിവാക്കി. ഓക്കെ, കൺട്രോൾ ജെ അടിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ലെയർ ഞാൻ ഡിലീറ്റ് ചെയ്തു. കേട്ടാ, ഇതൊരു ആപ്പിളാണ്. ഇനി ആപ്പിളിനെ ചെറുതും വലുതും ആക്കണം എനിക്ക്. ഈ ആപ്പിളിന് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ആപ്പിളിനെ ഞാൻ ആൾട്ട് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ ഒരു പുതിയൊരു ആപ്പിൾ കൂടി വന്നു അല്ലേ. നമ്മൾ ചെസ് ബോർഡിൽ ആൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ പുതിയത് വരില്ല. അതേപോലെ ആൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ ആപ്പിളും മുന്തിരി എന്തോ ആയിക്കോട്ടെ ലെയറൊക്കെ ഫുള്ളായിട്ട് ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് വരും. കൺട്രോൾ ജെ അടിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് ആവും, ആൾട്ട് പിടിച്ചിട്ടും നീക്കിയാലും ഡ്യൂപ്ലിക്കേറ്റ് ആവും. അപ്പോൾ ഞാൻ ഈ ആപ്പിളിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ ആപ്പിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൺട്രോൾ ജെ അടിച്ച് കഴിഞ്ഞാൽ ലെയറിൽ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ ഒരു മാറ്റം അറിയില്ല, കാരണം നമ്മൾ മൂവ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ആൾട്ട് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, കൺട്രോൾ ജെ അടിച്ചും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യും. ഇനി ഈ ആപ്പിളിനെ ഇതിനെക്കാളും ചെറുതാക്കണം. ചെറുതാക്കണമെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഡിറ്റിൽ പോയിട്ട് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയും. അതിന് ഷോർട്ട് കട്ട് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ടി. ഓക്കെ, കൺട്രോള് ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസ്ഫോം ടൂള് ക്വിക്കായിട്ട് കിട്ടും ഷോർട്ട് കട്ട് വഴി. ഓരോ തവണയും എഡിറ്റിൽ പോയിട്ട് ട്രാൻസ്ഫോം എടുക്കേണ്ട ആവശ്യമില്ല, കൺട്രോൾ ടി അടിച്ചാൽ മതി. കൺട്രോൾ ടി അടിച്ചപ്പോൾ ഈ ആപ്പിളിനെ ചുറ്റും ഒരു ലൈനും കുറേ ഡോട്ട്സ് ബോക്സും വന്നു അല്ലേ. ഇത് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൊടുക്കുക. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു, അത് താഴേക്കാക്കി ഒരു കളറ്, കൺട്രോൾ ബാക്ക് സ്പേസ് കൊടുത്തു, വൈറ്റ് കളർ കൊടുത്തു. ഇനി ഞാൻ ഈ ലെയർ 1 കോപ്പി ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ടി അടിച്ചു. ഏത് ലെയറിനെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ലെയർ മാത്രം ട്രാൻസ്ഫോം ആയി. ഈ ആപ്പിൾ വന്നിട്ടില്ല, കാരണം എന്താണ്, ആ ലെയർ സെലക്ട് ചെയ്തിട്ടില്ല. രണ്ടിനും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് ട്രാൻസ്ഫോം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു 8 ഡോട്ട്സ് ഉണ്ടാവും, 4 കോർണറിലും 4 സെൻറ്റർ പോയിന്റിലും. സെൻറ്റർ പോയിന്റിലുള്ള ഡോട്ട്സ് പിടിച്ചു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാലല്ലേ സ്ട്രെച്ച് ആവും. ഏതെങ്കിലും രണ്ട് വശം മുകളിലും താഴെയും ഇതാകുമ്പോൾ ഇടത്തും വലത്തും. ഓക്കെ, കോർണർ ആണെങ്കിൽ ക്യാൻസൽ അടിച്ചത് അവിടെ മുകളിൽ പോയി ക്യാൻസൽ അടിച്ചാൽ വീണ്ടും പഴയ പോലത്തെ ഒരു കൺട്രോൾ ടി വീണ്ടും അടിച്ചു. കോർണറിൽ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് വശവും ഒരുമിച്ച് അഡ്ജസ്റ്റ് ആവും. 4 കോർണറും അതേപോലെ തന്നെ വർക്ക് ചെയ്യാം. അതായത് ഓപ്പോസിറ്റ് ഡോട്ട് മാത്രം അനങ്ങാതിരിക്കും, ബാക്കി എല്ലാ ഡോട്ട്സും അതിനോട് ചേർന്ന് വരും. ഇപ്പോൾ ഞാൻ ഇവിടെയാണ് പിടിക്കണത്, ഈ ഡോട്ട്സിലാണ് പിടിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ഡോട്ട് മാത്രം അനങ്ങില്ല, ബാക്കിയുള്ള ഡോട്ടുകളൊക്കെ അടുത്തോട്ട് തന്നെ പോകണ്ട. ഈ ഡോട്ട് മാത്രം അനങ്ങാതെ നിൽക്കും, ഓപ്പോസിറ്റ് ഡോട്ട്. ഒരു ഒബ്ജക്റ്റ് എപ്പോഴും ചെറുതും വലുതും ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കോർണറിൽ തന്നെ പിടിക്കാൻ ശ്രമിക്കുക, ഒരിക്കലും ഇടയിൽ പിടിക്കരുത്. കോർണറിൽ പിടിച്ചു കഴിഞ്ഞാൽ ചെറുതാവും, രണ്ട് ഈക്വലായിട്ട് ചെറുതാവും. പക്ഷേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൗസ് നീങ്ങിക്കഴിഞ്ഞാൽ ആപ്പിള് സ്ട്രെച്ച് ആവും. അപ്പം കറക്റ്റായിട്ട് കിട്ടണം പറയുന്നത് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണലി ചെറുതും വലുതാവും. ഷിഫ്റ്റ് പ്രസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ മിസ്സാവും. ഓക്കെ, അത് ലാസ്റ്റ് പ്രസ് ചെയ്ത് ചെറുതാക്കിയ ശേഷം ആദ്യം മൗസ് വിടുക, ആദ്യം ഷിഫ്റ്റ് വിടാതിരിക്കുക, എന്നിട്ട് ഷിഫ്റ്റ് വിടുക. എന്നാലേ പ്രൊപ്പോർഷൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അറിയാതെ ഷിഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്ട്രെച്ച് ആവും. മൗസ് വിട്ട ശേഷം ഷിഫ്റ്റ് വിടുക, എന്നിട്ട് ആ ബോക്സ് പോയിട്ടില്ല, ആ ബോക്സ് പോകണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നിലെ കീബോർഡിൽ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന അവിടെ ടിക്ക് മാർക്കിൻ്റെ ഇവിടെയുള്ള ഇത് അടിച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ആവും, പഴയ പോലെ ആവും. ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ആവും. ഇപ്പം എന്തായി, ചെറിയ ആപ്പിൾ കിട്ടിയില്ലേ. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ചെറുതും വലുതാക്കുക. ഇതിനെ സ്കെയിൽ എന്നാ പറയുക. നമ്മൾ കൺട്രോൾ ടി അടിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ട സ്കെയിൽ. അടുത്തത് വന്ന് റൊട്ടേറ്റ്. ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നമുക്ക് റൊട്ടേറ്റും ചെയ്യാം സ്കെയിലും ചെയ്യാം. അപ്പോൾ അതാണ് ഫ്രീ ട്രാൻസ്ഫോമിലാണ് നിൽക്കുന്നത്. അതായത് എങ്ങനെ റൊട്ടേഷൻ സ്കെയിൽ പറയുക, ആ പോയിന്റിന് അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആരോ മാർക്ക് വന്നിട്ട് എന്താവും,
ഇതിൻ്റെ ആരോ മാർക്ക് ഇതെങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും വരിക. കുറച്ച് ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഒരു സി ഇതെങ്ങനെ വരും, സി പോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും, റൊട്ടേറ്റ് ചെയ്യാനാണ്. കണ്ടാ, ക്ലിക്ക് ചെയ്ത് അങ്ങനെ നീക്കിയാൽ ആപ്പിൾ റൊട്ടേറ്റ് ആവും. റൊട്ടേറ്റ് ആവേണ്ട ആംഗിൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. വേണ്ട, 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയിട്ടുണ്ട്. സീറോയിലാണ് സാധാരണ ഉണ്ടാവുക. ക്യാൻസൽ അടിച്ചു, വീണ്ടും കൺട്രോൾ ടി അടിച്ചു, റൊട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ആംഗിൾ 0 ആണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് നീക്കുമ്പോൾ 0 എന്ന് മാറി 15, 16 അങ്ങനെ മാറി 360 ഡിഗ്രി വരെ റൊട്ടേറ്റ് ആവും. ഇതിൽ മൈനസ് എന്ന് കാണിക്കുന്നത് -180യും +180യും. ഉണ്ടാ, നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. നമ്മൾ ഷിഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവുന്നത് ഓരോ 15 ഡിഗ്രിക്കും. ഇത് 0, 15, 30, 45, 60, 75 അങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് പ്രസ് ചെയ്തില്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ആവും. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഓരോ 15 ഡിഗ്രിക്ക് അനുസരിച്ച് റൊട്ടേറ്റ് ആവും. വേണ്ട, 45 ഡിഗ്രി വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. 15, 30, 45 നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്താവും, ആ ആപ്പിൾ 45 ഡിഗ്രിയിൽ. ഓക്കെ. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കാം. കൺട്രോൾ ടി അടിക്കണു, ഇവിടെ 45 ഡിഗ്രി വേണം പറയും, ഇവിടെ 45 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട 45 ഡിഗ്രിക്ക് ആംഗിൾ റൊട്ടേറ്റ് ആയി. എന്നിട്ട് ടിക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന എടുക്കാം, അവിടെ നിന്ന് സംഖ്യ അടിച്ചു കൊടുത്തും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ. ഈ കൺട്രോൾ ടി അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത്, ഫസ്റ്റ് കാണുന്നത് സ്കെയിൽ, രണ്ടാമത്തെ റൊട്ടേഷൻ. അത് രണ്ടും കൂടി നമുക്ക് ഇതിൽ തന്നെ കണ്ടു. ഞാൻ സ്കെയിലിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും സ്കെയിലേ കിട്ടുള്ളൂ, റൊട്ടേഷൻ വരില്ല. നേരെ മറിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൊട്ടേഷൻ മാത്രമേ കിട്ടുള്ളൂ, സ്കെയിൽ വരില്ല. അതിനാണ് താഴെ റൊട്ടേഷനും സ്കെയിലും. അതിന് താഴെ സ്ക്യൂ, ഡിസ്റ്റോർട്ട്, പേഴ്സ്പെക്റ്റീവ്, വാർപ്പ് ഇതൊക്കെ ഉണ്ട്. ഓക്കെ. അതുകൂടാതെ താഴെ റൊട്ടേറ്റിൻ്റെ ഫിക്സ്ഡ് സൈസ്. ഇപ്പോൾ 180 ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 180 ഡിഗ്രിക്ക് റൊട്ടേറ്റ് ആണ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു, വേണ്ട നേരെ തലകീഴ വന്നു. അതേപോലെ കൺട്രോൾ ടി അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം, റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് തിരിയുന്ന അളവിലേക്ക് റൊട്ടേറ്റ് ആയി ഇങ്ങോട്ട്. അടുത്ത റൈറ്റ് ക്ലിക്ക് ചെയ്യണം, CCW അതായത് റിവേഴ്സ്, നേരെ അങ്ങോട്ട് തിരിയണം. റിവേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങോട്ടായിരിക്കും തിരിയുക. അതിന് താഴെ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി, ആ ഒബ്ജക്റ്റിന്റെ നേരെ തലകീഴാവും. ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ആവും, ഇത് വെർട്ടിക്കലി ഫ്ലിപ്പ് ആവും. ഓക്കെ. ഇതിൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി അടിച്ച് കഴിഞ്ഞാൽ നേരെ കുത്തനെ വരും. ഫ്ലിപ്പ് വെർട്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി കുത്തനെ വരും. അടുത്ത് സ്ക്യൂ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആപ്പിൾ ഒന്ന് ചരിക്കാൻ അല്ലേ, ഓരോ പോയിന്റിന് നമുക്ക് പിടിച്ചിട്ട് നമുക്ക് ചരിക്കാനൊക്കെയാണ് സ്ക്യൂ. ഡിസ്റ്റോർട്ടും സെയിം സ്ക്യൂ മുതൽ തന്നെയാണ്, പക്ഷേ നമുക്ക് കുറച്ചും കൂടി അങ്ങനെ മുകളിലും താഴെയും ഫ്രീ ആയിട്ട് ചരിക്കാൻ പറ്റും. സ്ക്യൂ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഡിസ്റ്റോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് അവിടെ വേണമെങ്കിലും ചരിക്കാം. ആ കാണുന്ന ഓരോ പോയിന്റ് വെച്ചിട്ടായിരിക്കും അതിന് അഡ്ജസ്റ്റ്മെന്റ് മാറുന്നത്. ഓക്കെ. പേഴ്സ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ചരിക്കാൻ, അങ്ങനെ പേഴ്സ്പെക്റ്റീവ്. ഇവിടെ നിന്ന് ചരിച്ചാൽ രണ്ട് ഭാഗം ഈക്വലായിട്ട്, നമ്മൾ ഇടതുവശം പിടിച്ചാൽ വലതുവശം ചരിയും, വലതുവശം പിടിച്ചാൽ ഇടതുവശവും ചരിയും. മുകളിലും താഴെ അതേപോലെ, അതാണ് പേഴ്സ്പെക്റ്റീവ്. അടുത്തത് വാർപ്പ്. വാർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നെറ്റ് പോലെ ഒരു ലൈൻ വരും. നമുക്ക് ആവശ്യമുള്ള പോർഷന് നമുക്ക് അതിനെ വളച്ച് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വാർപ്പ്. മാവ് കുഴയ്ക്കണ പോലെ കുഴച്ചെടുക്കാം.
ഇല്ലേ? അതാണ് വാർപ്പ്. അപ്പോൾ ഈ വാർപ്പ്, പേഴ്സ്പെക്റ്റീവ്, ഡിസ്റ്റോർട്ട് ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ Ctrl T അടിച്ചിരിക്കണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താലേ ഇത് കിട്ടുള്ളൂ. ഓക്കെ.